കുത്തിത്തിരിപ്പ് സംഘാടകരായ സംഘപരിവാറുകാർക്ക് യാതൊരു പഴുതും നൽകാതെ വളരെ സുഗമമായ ഒരു ശബരിമല തീർത്ഥാടന കാലമാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതേപ്പറ്റി എന്തെങ്കിലും ഒരു വാർത്ത ആ രൂപത്തിൽ നൽകാൻ ഒരു മാധ്യമവും തയ്യാറല്ല. കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമവും തയ്യാറല്ല എന്നത് വളരെ രസകരമായ ഒരു വസ്തുതയാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം തുടക്കത്തിൽ കുത്തിത്തിരിപ്പ് സംഘം രംഗത്ത് വന്നിരുന്നു. അതായത് വിർച്വൽ ക്യൂ സംബന്ധിച്ച് സ്പോട്ട് ബുക്കിംഗ് ഇത്തവണ നിർത്തുകയാണ്, ഉണ്ടാവില്ല, വിർച്വൽ ക്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഓൺലൈൻ മാത്രം എന്നൊരു നിർദ്ദേശം ദേവസ്വം ബോർഡ് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അതിനെ പിടിച്ചുകൊണ്ട് സംഘപരിവാർ കക്ഷികളും BJPയുടെ ആൾക്കാരുമൊക്കെ രംഗത്ത് വന്ന് അത് കോൺഗ്രസ് നേതാക്കള്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഏറ്റുപിടിച്ച് ശബരിമലയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. പക്ഷേ മുൻകാല അനുഭവങ്ങൾ നന്നായി അറിയാവുന്ന പിണറായി സർക്കാർ ഒരു മുഴം മുന്നേ കയറി പിടിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറി സ്പോട്ട് ബുക്കിങ്ങും ഏർപ്പെടുത്തി ആ പഴുതുകൾ അടച്ചു. വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടനം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ശബരിമലയിൽ ഇത്തവണ മുൻപത്തെ പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പഴുതുകൾ ഒന്നും പോംവഴി ഒന്നും ഈ കക്ഷികൾക്ക് മുതലെടുപ്പ് നടത്താൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് കിട്ടാതെ പോയി എന്നാണ് കഴിഞ്ഞ 12 ദിവസത്തെ കാര്യങ്ങൾ തെളിയിക്കുന്നത്. അതായത് നട തുറന്ന മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി തീർത്ഥാടനത്തിനായി നട തുറന്ന വൃശ്ചികം 1 മുതൽ 12 ദിവസത്തെ അവിടുത്തെ കാര്യങ്ങൾ, ശബരിമലയിലെ കാര്യങ്ങൾ നോക്കിയാൽ എല്ലാം ഭദ്രമായി മുന്നോട്ട് പോകുന്നു. ഒരു പരാതികളും ആർക്കും പറയാൻ കഴിയുന്നില്ല. ആകെ ഉണ്ടാക്കിയ ഒരു പരാതി പോലീസുകാരുടെ ഫോട്ടോഷൂട്ടാണ്. സന്നിധാനത്ത് 18-ാം പടിക്ക് മുകളിൽ താഴെ നിന്ന് അവരെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ വലിയ വിവാദമായി. അതവിടെ നിൽക്കട്ടെ. അതും കഴിഞ്ഞു. ഇപ്പോൾ സോപാനത്തിലും തിരുമുറ്റത്തും ദൃശ്യങ്ങൾ എടുക്കാൻ, ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ ഉള്ള അവസരവും ഇപ്പോൾ അധികാരികൾ അതും നിരോധിച്ചു കഴിഞ്ഞു ഈ ഒരു വിവാദത്തെ തുടർന്ന്. അപ്പോൾ അവിടെയും പഴുതുകൾ അടഞ്ഞുപോയി. പിന്നെ വിവാദമുണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഏതോ ഒരു മുഖ്യധാര മാധ്യമം അവിടെ പോലീസുകാരുടെ സേവനത്തെ പറ്റി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരെ നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചെന്നും അങ്ങനെയാണ് പോലീസുകാർ അതിന് തയ്യാറായതെന്നുമൊക്കെ ഒരു പറച്ചിലുണ്ട്. അല്ലാതെ അവർ സ്വയമേവ മുന്നോട്ട് വന്നിട്ട് അത്രയും ദിവസം രാത്രിയും പകലും അഹോരാത്രം പണിയെടുത്ത വളരെ മികച്ച സേവനം കാഴ്ചവെച്ച പോലീസുകാരെ അഭിനന്ദിക്കുന്നതിന് പകരം അവരൊരു ഫോട്ടോഷൂട്ട് എടുത്തു എന്നതിൻ്റെ പേരിൽ, അത് അവർ മുന്നോട്ട് വന്നതല്ല, ഒരു മീഡിയ ഗ്രൂപ്പ്, ഒരു പ്രധാന മാധ്യമം അതിന് വേദി അവിടെ ഒരുക്കി അണിയറയിൽ അതിനുള്ള പ്രവർത്തനം നടത്തി, അങ്ങനെയാണത് സംഭവിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ പോലീസുകാരെ പ്രതിക്കൂട്ടിലാക്കാൻ ചിലർ ശ്രമം നടത്തി. പോലീസുകാരുടെ സേവനത്തെയാണ് നമ്മളവിടെ ഒരു കുറ്റവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ എത്രയോ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇത്രയും പോലീസുകാർ ആദ്യ സംഘം അവരുടെ സേവനം, സന്നിധാനത്തെ 18-ാം പടിയിലെ സേവനം പൂർത്തിയാക്കിയത് എന്ന കാര്യം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ഇനി എങ്ങനെ ശബരിമലയിൽ ഇത്രയും മാറ്റങ്ങളുണ്ടായി, അതിൻ്റെ ഫലം എങ്ങനെ വന്നു? ഇത്രയും നല്ല ഒരു തീർത്ഥാടന കാലം കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഉണ്ടായപ്പോൾ തീർത്ഥാടകരെ എണ്ണത്തിലും ശബരിമലയിലെ വരുമാനത്തിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് എന്നുകൂടി നമ്മൾ ഓർക്കുക. കണക്കുകൾ ആണ് സംസാരിക്കുന്നത്. ഈ 12 ദിവസത്തെ തീർത്ഥാടന വരവ്, തീർത്ഥാടകരുടെ എണ്ണം നോക്കിയാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ കൂടുതലായിട്ട് വന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച്. അതായത് ഈ വർഷം ഇത്രയും ദിവസം, ഈ 12 ദിവസം 3,59,515 തീർത്ഥാടകർ കൂടുതലായിട്ട് വന്നു. അങ്ങനെ മൊത്തം ഇത്രയും ദിവസം 9,13,437 തീർത്ഥാടകരാണ് ശബരിമലയിൽ വന്ന് ദർശനം നടത്തി, ഒരു പരാതിയുമില്ലാതെ ദർശനം നടത്തിയിട്ട് മടങ്ങിപ്പോയത്. ഇനി ഇത്രയും തീർത്ഥാടകർ വന്നപ്പോൾ ശബരിമലയിൽ ഉണ്ടായ വരുമാനം, വലിയ വരുമാന കുതിപ്പാണ് ഉണ്ടായത്. കാരണം വർധന തന്നെ 16 കോടിയോളം രൂപയുടെ വർധനയാണ് വരുമാനത്തിൽ. നടവരവ്, അപ്പം, അരവണ എല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തം 16 കോടിയോളം രൂപയുടെ അധിക വരുമാനം ശബരിമലയിൽ ഉണ്ടായി എന്നത് ചെറിയ കാര്യമല്ല. അതായത് കൃത്യം പറഞ്ഞാൽ
15,89,12,575 രൂപയുടെ അധിക വരുമാനം. 12 ദിവസത്തെ മൊത്ത വരുമാനം 63 കോടി വർധന. അതായത് 63,01,14,111 രൂപയുടെ വർധന. മൊത്തം 63 കോടി, മുൻ വർഷത്തേക്കാൾ 16 കോടി രൂപ അധികം. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ഒരു തീർത്ഥാടന കാലം നടത്താൻ കഴിഞ്ഞു എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഒരു പൊൻതൂവലാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വാർത്തയെങ്കിലും ഇതേക്കുറിച്ച്. ഇക്കുറി ശബരിമല തീർത്ഥാടനം വളരെ സുഗമം, ഭദ്രം, നല്ല രീതിയിൽ പോകുന്നു. തീർത്ഥാടക വർധനവിൽ ഉണ്ടായ മാറ്റം, വരുമാനത്തിലെ കുതിച്ചുചാട്ടം, ഇതെല്ലാം ചേർത്ത് ഒരു വാർത്ത നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് മടിയാണ്. അതേസമയം കുത്തിത്തിരിപ്പ് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ചാടി അത് കയറി പിടിക്കാൻ ആൾക്കാർക്ക് എത്ര താല്പര്യമായിരിക്കും നമ്മുടെ മാധ്യമ സിംഹങ്ങൾക്കും മാപ്രകൾക്കും അതുപോലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും. ഇപ്പോൾ എന്താണ് സ്ഥിതി? ഈ തിരക്കിനെ പറ്റി വലിയ നെഗറ്റീവ് വിമർശന വാർത്തകളില്ല, മണിക്കൂറുകൾ നീളുന്ന ക്യൂ ഇല്ല. ഇത്രയും തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് 9 ലക്ഷത്തിലധികം തീർത്ഥാടകർ വന്നിട്ടും ശരാശരി ഒരു ദിവസം 75,000-നും 1,00,000-നും ഇടയിൽ തീർത്ഥാടകർ 18-ാം പടി കയറി ഇറങ്ങി ദർശനം പൂർത്തിയാക്കി പോകുന്നു. പരമാവധി 1,00,000 തീർത്ഥാടകരെ, അയ്യപ്പ ഭക്തരെ 18-ാം പടി വഴി കടത്തിവിടാനുള്ള വളരെ കാര്യക്ഷമമായ സംവിധാനമാണ് ഇപ്പോൾ ശബരിമലയിൽ അധികാരികൾ ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് പരാതികൾ ഇല്ലാത്ത ഒരു തീർത്ഥാടന കാലം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നത്. എന്നാൽ അതേപ്പറ്റി ജനങ്ങളെ അറിയിക്കാനോ വാർത്തകൾ നൽകാനോ നമ്മുടെ ധാര മാധ്യമങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്ന വസ്തുത കൂടി ഞങ്ങളിവിടെ പ്രത്യേകം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു.